നാടിനെ ഒന്നാകെ നടുക്കിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ കഥ. അതായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. ആസ്ട്രൽ പ്രൊജക്ഷനും ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ശ്രമമെന്ന കെട്ടിച്ചമയ്ക്കലുകളുമൊക്കെ പൊളിഞ്ഞു വീണു. വളരെ വൈകിയ വിചാരണ. അവസാനം കണ്ടെത്തി പ്രതി കേഡൽ തന്നെ കുറ്റവാളി. സംഭവം നടക്കുന്നത് 2017 ഏപ്രിൽ 8 ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ഇവളുടെ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പോലീസ് വിശദമായി നടത്തിയ പരിശോധനയിൽ കേഡൽ രാജ തന്റെ രക്ഷിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു. തന്നെ നിരന്തരം അവഗണിച്ച പിതാവിനെ കൊലപ്പെടുത്താനാണ് കേഡൽ ആദ്യം പദ്ധതിയിട്ടതെന്നും പിന്നീട് മറ്റുള്ളവരെയും കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേഡലിനെ 2 പ്രാവശ്യം വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരുന്നു. എന്നാൽ പഠനം പൂർത്തിയാകാതെ തിരിച്ചെത്തിയതിനെ തുടർന്ന് തുടർച്ചയായി വഴക്കു പറഞ്ഞതിലെ ദേഷ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു. മഴ ഉപയോഗിച്ച് തലയ്ക്ക് പിറകിൽ വെട്ടിയാണ് കൊലപാതകം നടത്തിയത്. ഇതിനായി പ്രതി ഇന്റർനെറ്റിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്താനുള്ള വീഡിയോകളും കണ്ടിരുന്നു. ജീനിന്റെയും കരോലിന്റെയും മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിയമർന്ന നിലയിലും രാജയുടെ ഭാഗികമായി കത്തിയ രീതിയിലുമായിരുന്നു കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, വീട് നശിപ്പിക്കൽ എന്നിങ്ങനെയുള്ള ശിക്ഷാ വകുപ്പുകളാണ് കേഡലിന് ചുമത്തിയത്. കൃത്യം നടത്തി മൃതദേഹം കത്തിക്കുന്നതിനിടെ തീപിടുത്തമുണ്ടായതോടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് മുങ്ങിയ പ്രതിയെ തിരികെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പോലീസ് കൈയോടെ പിടികൂടി. പക്ഷേ കൊലപാതകത്തിന്റെ കാരണമായി തീർത്തും വിചിത്രമായ മൊഴിയാണ് കേഡൽ പോലീസിന് അന്ന് നൽകിയത്. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു കേഡൽ ജിൻസൺ രാജ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ കേഡലിന് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആസ്ട്രൽ പ്രൊജക്ഷൻ ഒക്കെ വെറും തട്ടിപ്പ് മാത്രമാണെന്നും പിന്നീട് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. 1.5 മണിക്കൂറിലധികം നീണ്ട തെളിവെടുപ്പിനിടയിലും പ്രതിക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ലാതിരുന്നതും മഴ കൊണ്ട് നടത്തിയ കൊലപാതകം പോലീസിന് മുന്നിൽ അനുകരിച്ച് കാണിക്കുകയും ചെയ്തത് പ്രതിയെ അമ്പരപ്പോടെയായിരുന്നു ആളുകൾ നോക്കിയത്. അറസ്റ്റിലായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ച കേഡൽ അവിടെ കാണിച്ചു കൂട്ടിയതും ഒപ്പമുള്ള മറ്റു തടവുകാരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. 10 വർഷത്തിലേറെ ആസ്ട്രൽ പ്രൊജക്ഷനും സാത്താൻ സേവയും ഒക്കെ പരിശീലിച്ച കേഡലിന് ആത്മാക്കളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ച് മാതാപിതാക്കളുടെ ആത്മാക്കളോട് താൻ സംസാരിക്കാറുണ്ട് എന്നായിരുന്നു കേഡൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാറ്. എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കേഡൽ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ വിധിക്കുകയുണ്ടായി. ഒരു കുറ്റവും ശിക്ഷിക്കപ്പെടാതെ പോയിട്ടില്ല.